തിരുവല്ല MDMA കേസിൽ വഴിത്തിരിവ്. കുഞ്ഞിനെ ഉപയോഗിച്ച് ലഹരിക്കടത്ത് നടത്തിയിട്ടില്ലെന്ന് അമ്മ. പോലീസ് വീട്ടിലെത്തി മൊഴിയെടുത്തു. താൻ ഒപ്പിട്ട് നൽകിയെന്നും അമ്മ പറയുന്നു. സർക്കിൾ ഇൻസ്പെക്ടറും കുട്ടിയുടെ അമ്മയും തമ്മിലുള്ള സംഭാഷണം പുറത്ത്. മുഹമ്മദ് ഷമീന്റെ വൈഫല്ലേ? അതെ അതെ. പോലീസുകാർ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് അങ്ങനെ ഒരു മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്താണോ ഭർത്താവിനെതിരെ? അവര് നിർബന്ധിച്ചിട്ടല്ല, പോലീസുകാർ നിർബന്ധിച്ചിട്ടുണ്ടെന്ന്. അവര് വന്ന് എന്റെ അടുത്ത് കാര്യം ചോദിച്ചതാ. മകനെ കൊണ്ടുപോയി സ്നേഹത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോന്ന് അവര് ചോദിച്ചത്. അവര് നിർബന്ധിച്ചൊന്നും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എന്റെ മകനെ കൊണ്ടിട്ടില്ല, ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷക്കാലമായി. പിന്നെ ഞാൻ ഡിവോഴ്സിനെല്ലാം കൊടുത്തിട്ടുണ്ട്. ചേച്ചിയുടെ പരാതിയിലാണല്ലോ ഇപ്പം കേസ് എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ. നമ്മൾ അന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഒപ്പിട്ടെന്നുള്ള ശരിയാ, ഒപ്പിട്ടു. വായിച്ചു നോക്കി. പക്ഷെ ഇതിനകത്ത് ഇങ്ങനൊക്കെ ആന്ന് ഞമ്മക്ക് അറിയത്തില്ല, ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ശരിക്കും അറിയാൻ മേലാത്തോണ്ടാ. പോലീസിനെതിരെ പരാതി വല്ലതും കൊടുത്തോ? പിന്നെ പോലീസുകാർക്കെതിരെ വല്ലതും പരാതി കൊടുത്തോ? ഇല്ല, പരാതി ഒന്നും കൊടുത്തിട്ടില്ല. ഞമ്മക്കറിയത്തില്ല. നമ്മൾ ഈ കുഞ്ഞിന്റെ കാര്യത്തിന് മാത്രമല്ല. അയാളെ ശിക്ഷിച്ചോട്ടെ, അയാള് പോലീസ് പിടിക്കോ ശിക്ഷിക്കോ അയാളെ ജയിലിലടിക്കോ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ. ഈ കൊച്ചു കുഞ്ഞിനെതിരെ ആരും അങ്ങനെ ചെയ്യുന്ന കാര്യമാണോ പറയുന്നത്? ഇപ്പൊ ഈ അച്ഛനും മകനും തമ്മിൽ 8 മാസം മുൻപാണ് കണ്ടതെന്ന് ചേച്ചി പറയുന്നു. പക്ഷെ ഈ സംഭവം നടന്നത്, ഈ കുഞ്ഞിനെ ഉപയോഗിച്ച് ലഹരി കടന്നത് 8 മാസങ്ങൾക്ക് മുൻപാണെങ്കിലോ ചേച്ചിയുടെ അറിവില്ലാതെ? അങ്ങനെ ചെയ്യത്തില്ല. അല്ല, എന്റെ വീട്ടിലല്ല നിക്കുന്നേ കുഞ്ഞ്, എന്റെ കൂടെ എന്റെ വീട്ടിൽ തന്നെയല്ലേ നിക്കുന്നേ. അങ്ങനൊന്നും ചെയ്യത്തില്ല. അങ്ങനെ കൊണ്ടുപോകത്തില്ല. വാർത്താ സമ്മേളനം നടത്തി അങ്ങനെ പറയാൻ കാര്യം എന്താ? അത് എനിക്കറിയത്തില്ല. അവരോട് എന്റെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ റീസെന്റ് വന്നിരിക്കുന്നത് മോന്റെ ദേഹത്തൊട്ടിച്ചെന്നല്ലേ? അതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കാത്തെ? വിവരങ്ങൾ നൽകാനായി CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാല്, MDMA പ്ലാസ്റ്റിക് കവറിലാക്കി കുഞ്ഞിന്റെ ശരീരത്തിൽ ഒട്ടിച്ച് വിൽപ്പന നടത്തി എന്നുള്ളതായിരുന്നു കേസ്. എന്നാൽ കുഞ്ഞിനെ അത്തരത്തിലൊരു ലഹരിക്കടത്തിന് ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ അമ്മ പറയുന്നത്. എന്താണ് ഇതിലെ സംഭവം? പോലീസിന് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായതാണോ? എന്താണ് ഈ അമ്മ പറയുന്നത്? നമ്മളിപ്പോൾ കേട്ടത് 10 വയസ്സുകാരൻ്റെ അമ്മയുടെ ഫോൺ സംഭാഷണമാണ്. ഞാൻ അവരുമായി സംസാരിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ കേസ്, അതായത് രണ്ടാമത് രജിസ്റ്റർ ചെയ്ത ബാലാവകാശ നിയമപ്രകാരം പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസിന് തൊട്ട് മുൻപായി തിരുവല്ല CI പെൺകുട്ടി ഈ നമ്മളുമായി സംസാരിച്ച യുവതിയെ വീട്ടിലെത്തി കാണുകയും സർക്കിൾ ഇൻസ്പെക്ടർ അവരുമായി സംസാരിക്കുകയും ചെയ്യുന്ന അവരുടെ വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ ഈ സംഭാഷണത്തിൻ്റെ പൂർണ്ണരൂപം ലഭ്യമാണ്. അതിൽ സർക്കിൾ ഇൻസ്പെക്ടർ നടത്തുന്ന ചില പരാമർശങ്ങളും ഈ അമ്മയുടെ പ്രതികരണം കൂടി ചേർത്ത് വായിക്കുമ്പോൾ MDMA കേസുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഉയർന്നു കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി CI ഇവരുടെ വീട്ടിൽ എത്തുന്ന വേളയിൽ പുറത്തു വന്ന വാർത്തകൾ പത്രക്കാർക്ക് പറ്റിയ തെറ്റാണ് എന്ന് CI പറയുന്നുണ്ട്. അതൊന്ന് ബാലൻസ് ചെയ്യുന്നതിനും ഒപ്പം തന്നെ പ്രതിക്കൊരു പണി കൊടുക്കുന്നതിനും വേണ്ടി ചില നീക്കങ്ങൾ നമ്മൾ നടത്തണം എന്നുള്ള രീതിയിലാണ് സർക്കിൾ ഇൻസ്പെക്ടർ സംസാരിക്കുന്നത്. ചുരുക്കത്തിൽ ചില സമ്മർദ്ദപ്പെടുത്തി അല്ലെങ്കിൽ അനാവശ്യമായ ഒരു തിടുക്കത്തോടു കൂടി പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുകയും കുട്ടിയുടെ അമ്മയുടെ മൊഴി വാങ്ങിച്ചുകൊണ്ട് തിടുക്കത്തോടു കൂടി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നുള്ള സംശയം നമുക്ക് ഉയർന്നു വരുന്നുണ്ട്. SP അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ കൃത്യമായ ഒരു വിശദീകരണം കിട്ടാത്ത സ്ഥിതിയുണ്ട്. ചില പോരായ്മകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സംശയങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ CWC അധ്യക്ഷൻ പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ 2 കാര്യങ്ങൾ പ്രധാനമായും പറയുന്നുണ്ട്. മുഹമ്മദ് ഷമീറിന്റെ കൈവശത്തു നിന്നും 3.78 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. അത് വസ്തുതയാണ്. അതേസമയം തന്നെ കുട്ടിയുടെ അമ്മയുടെ മൊഴി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്നു. അവരുടെ ഒപ്പുകൂടി ഉള്ളതാണ് മൊഴി എന്നുള്ളതും പോലീസിന്റെ അവകാശവാദങ്ങൾക്ക് ഒരു പരിധിവരെ ബലം നൽകുന്നുണ്ട്. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽ കൃഷ്ണന്റെ പരാമർശങ്ങൾ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ ഇനി പോലീസ് വകുപ്പ് തലത്തിൽ കൂടി നടത്തേണ്ടതുണ്ട്. അഭിലാലെ, ഈ കുഞ്ഞിന്റെ അച്ഛനെ ലഹരിക്കടത്തുണ്ട് എന്ന് പറയുന്നു. അത്തരത്തിൽ പിടികൂടിയിട്ടുമുണ്ട് അയാളുടെ കയ്യിൽ നിന്ന് ലഹരി. പക്ഷേ ഈ കുഞ്ഞിനെ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമായി പറയുന്നത്. പക്ഷേ എന്തിനു വേണ്ടി ഈ അമ്മയെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിയിപ്പിച്ചു എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. കുട്ടിയെ ഉപയോഗിച്ച് ലഹരി കടത്തി എന്ന് തന്നെയാണ് പോലീസ്
വ്യക്തമാക്കിയിരുന്നത്. വാർത്താ സമ്മേളനം നടത്തി പോലീസുകാർ തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കിയതോടുകൂടി വലിയ ആശങ്കകൾ പൊതുസമൂഹത്തിന് കൂടി ഉണ്ടായി. കാരണം 10 വയസ്സുകാരന്റെ ശരീരത്തിൽ MDMA പ്ലാസ്റ്റിക് കവറിൽ ഒളിപ്പിച്ച് അതിൽ ഒട്ടിച്ച് വസ്ത്രം ധരിപ്പിച്ച് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ആവശ്യക്കാർക്ക് കൈമാറി എന്നുള്ളതായിരുന്നു പോലീസ് ഭാഷ്യം. പക്ഷേ അത് ശരിയല്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പ്രതിയും ഭാര്യയും തമ്മിൽ കഴിഞ്ഞ 1 വർഷക്കാലമായി അകന്നു കഴിയുകയാണ്. കുട്ടി അമ്മയോടൊപ്പമാണുള്ളത്. 2021 വരെ ഈ സ്ത്രീ വിദേശത്ത് ജോലി ചെയ്ത ആളാണ്. ഈ ഘട്ടത്തിൽ തിരിച്ചു വന്ന വേളയിൽ ഇരുവരും തമ്മിൽ ചില പ്രയാസങ്ങൾ കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ലഹരി ഉപയോഗിച്ച് തന്നെ മർദ്ദിച്ചു എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടി യുവതി പോലീസിൽ കൊടുത്ത പരാതിയിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇരുവരും തമ്മിൽ വിവാഹമോചനത്തിനായുള്ള പരാതി കൂടി നിലവിൽ കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയുമാണ്.